ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിൽ സ്വാഗതം. നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ മീൻ പിടിക്കാൻ വേണ്ടി കാസ്റ്റ് ചെയ്യാൻ പോയിട്ട് മീനൊന്നും അടിക്കണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പുവെള്ളമൊക്കെ കയറിയിട്ട് ആകെ സീനായി കിടക്കുക പുഴയൊക്കെ. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലും വീഡിയോ അങ്ങനെ കിടാത്തത്. പോകുന്നുണ്ട്, കിട്ടാത്ത നമ്മൾ കുഴപ്പമില്ല. മീനുണ്ട്, മീനൊക്കെ മൊത്തം മാറി നിൽക്കുക. പിന്നെ വെള്ളവും കലക്കാണ്. പിന്നെ അങ്ങനെ ഒത്തിരി ദിവസം പോയി നോക്കി, രക്ഷയില്ല, കിട്ടണമെന്നില്ല. നമ്മളിന്ന് ചെറിയൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ഒരു വീഡിയോ. ഇത് റിയൽ വയറിൻ്റെ കോബ്ര എന്ന് പറയുന്ന ഫ്രോഗാണ്. അപ്പോൾ ഇത് ചെയ്യണതിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് വന്നേക്കണത്, ഡിവൈസ് വന്നേക്കണത്. അപ്പോൾ ഞാനൊരു 3-4 ദിവസം ഇങ്ങനെ കാസ്റ്റ് ചെയ്യാൻ പോയിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്ത് നേരെ വെള്ളത്തിൽ വീഴുമ്പോൾ പെട്ടെന്ന് മുങ്ങിപ്പോവുക. പിന്നെ അതേപോലെ തന്നെ എവിടെയെങ്കിലും പുല്ലുംകെട്ടിൽ കയറി എറിയുമ്പോൾ പോയി ഉടക്കുക. ഇതൊക്കെയാണ് ഈ ഒരു പ്രശ്നം. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മീൻ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഹുക്ക് റൊട്ടേറ്റ് ആക്കാൻ വേണ്ടിയാണ് ഈ വെയിറ്റ് പുറത്താടിയതാണത്. അത് നമുക്ക് പാടാം. നമ്മൾ വെച്ചാൽ ഏതെങ്കിലും പുല്ലൊക്കെ പോയിട്ട് എറിയുമ്പോൾ നേരെ ഒറ്റയടിക്ക് പോയി വെള്ളത്തിൽ വീണും അല്ലെങ്കിൽ പുല്ലുംകെട്ടിൽ പോയി ഒറ്റയടിക്ക് വീഴുമ്പോൾ തന്നെ ഈ ഹുക്കങ്ങ് തിരിഞ്ഞങ്ങ് പോകും. അപ്പോൾ നമുക്ക് ഈ വെയിറ്റ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അടിയാം. അപ്പോൾ അതങ്ങനെ നോക്കാം. അപ്പോൾ നമുക്കിതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് ഫ്രോഗ്. അതേപോലെ നമുക്കൊരു ഈ വെയിറ്റ് മാറ്റണം. അപ്പോൾ കഴിഞ്ഞ് ഒരു 1-2 ഈയക്കട്ട എടുക്കുക. ഈയക്കട്ട, അതേപോലെ ഒരു സ്പ്ലിറ്റ് റിങ്, ഒരു സിവില്, പിന്നെ ഏതെങ്കിലും ഒരു ലോക്ക് വേണം. അപ്പോൾ ഞാൻ 2 ലോക്ക് എടുത്തിട്ടുണ്ട്. ഏതാണ് സൂട്ടാവണത് അപ്പോൾ അതിനനുസരിച്ച് ഇടാൻ നിർത്തുക. ഇതൊരു ഫാസ്റ്റ് ആച്ചിൻ്റെ ഒരു ഇതാണ്, അതെടുത്താണത്. അപ്പോൾ ഇത്ര നമുക്ക് കാര്യങ്ങൾ ആവശ്യമുണ്ട്. പിന്നെ ഒരു പ്ലെയറും ഒരു കത്രിക, ഒരു നെയിൽ കട്ടറും കൂടെ. പ്ലെയറും ഒരു നെയിൽ കട്ടറും ഇത്ര നമുക്ക് ആവശ്യമുള്ള കേട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ നമുക്ക് വേണ്ട സാധനം എന്ന് പറയുകയാണെങ്കിൽ ഒരു സ്പൂണ്, പിന്നെ അതേപോലെ ഏതെങ്കിലും വുഡിൻ്റെ പീസോ ഏതെങ്കിലും മതി. അപ്പോൾ ഞാനൊരു മൾട്ടിവുഡിൻ്റെ പീസ് തരുന്നത്. അപ്പോൾ നമുക്ക് ഇതിലൊരു ഹോൾട്ട് എടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ഹോൾട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലിട്ട് ഞാൻ ചെയ്യുകയും ചെയ്യായിരുന്നു. അപ്പോൾ ഒരു അത്യാവശ്യം താഴത്തോട്ടൊരു ഹോൾ എടുക്കുക. അത് ഒരു ചെറിയൊരു ലൈനോട്ടിട്ട് നേരെ നമുക്ക് ഹുക്ക് പാകാകുന്ന രീതിയിൽ ഇരിക്കാൻ വേണ്ടിയാണ് ഇതൊരു ഹോൾട്ടിട്ട് ഒരു പൊഴിയിട്ടാണത്. അപ്പം നമുക്ക് എന്തായാലും അത് ഹുക്ക് വെച്ച് സെറ്റ് ചെയ്ത് കാണിക്കാം. നമ്മൾ ഇതെടുത്ത് ഹുക്കൊക്കെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ. റിമൂവ് ചെയ്ത് ഓക്കെ. ഫ്ലവർ പീസ് നമുക്ക് ഹുക്കിൻ്റെ ഈ ഈയക്കട്ട എടുത്ത് മാറ്റണം. അപ്പോൾ ഈയക്കട്ട എടുത്ത് നമുക്ക് ചെത്തി കളഞ്ഞാലും മതി, അല്ലെങ്കിൽ പ്ലെയറിനെ ഒടിച്ച് കഴിഞ്ഞാൽ ഒടിച്ചൊടിച്ചടിച്ച് എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഈയക്കട്ട എടുത്ത് മാറ്റാം. അതിന് ഇപ്പോൾ പ്ലെയർ എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് മാറ്റുക. ചിലതിങ്ങനെ പ്ലെയറിന് പിടിച്ചു കഴിഞ്ഞാൽ മാത്രം മതി പോകുന്നുള്ളൂ. അത് കുറച്ച് പാടുള്ള പണിയാണ്, എന്നാലും സിമ്പിൾ പണിയാണ്. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ സുഖം. നമ്മുടെ ഈയക്കട്ട മൊത്തം എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹുക്കൊന്നും അത്ര ക്വാളിറ്റിയുള്ള ഹുക്കല്ല കേട്ടോ. പെട്ടെന്ന് തുരുമ്പിക്കുകയൊക്കെ ചെയ്യേണ്ടത്. കാരണം അത്ര വലിയ ക്വാളിറ്റിയുള്ള ഹുക്കൊന്നുമില്ല. പക്ഷേ ടെമ്പറിങ് കുഴപ്പമൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് തുരുമ്പ് എടുത്ത് പോകുന്നുണ്ട്. നമുക്കിതെങ്ങനെയൊക്കെ ചെയ്യണം നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ ഹുക്കൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വുഡ് എടുത്തിട്ട് ഇതിനോടെ നമുക്ക് ഈ ഒരു പൊസിഷനിൽ വരും എന്തായാലും വെയിറ്റ് വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടെയാണ് വെയിറ്റ് ആഡ് ചെയ്യേണ്ടത്. കുറച്ച് ഇങ്ങോട്ട് കയറണമെന്നില്ല. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇതിനത്ര സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ അങ്ങനെ നെങ്ങൽ കുറവായിരിക്കും. ഇതിനത്ര സ്പേസ് കുറവല്ല. അപ്പോൾ ഇവിടെ നെങ്ങുമ്പോൾ അങ്ങനെ ഉള്ളിൽ പോയി തടയും. അപ്പോൾ കാരണം ഹുക്ക് പ്രഷർ കുറവായിരിക്കും. എന്നാലും കിട്ടുകയൊക്കെ ചെയ്യും. നമുക്ക് കുറച്ച് ഇപ്പുറത്തെ സൈഡിലോട്ട് മാറ്റിയാണ് നമുക്ക് വെയിറ്റ് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ ഹുക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇതിവിടെ ചെറുതായിട്ട് ഒരു പന്തിങ് പോലെ എന്തെങ്കിലും കയറ്റി വേണം, അല്ലെങ്കിൽ ഹുക്ക് മറിഞ്ഞു പോയിരിക്കാൻ വേണ്ടിയാണ് ഒരു കമ്പി കഷ്ണം ഞാൻ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മളൊരു സ്പ്ലിറ്റ് റിങ് എടുക്കുക. സ്പ്ലിറ്റ് റിങ്ങിൽ ഇങ്ങനത്തെ ഒരു കമ്പി അങ്ങ് കയറ്റുക. കമ്പി കയറ്റി ആഡ് ചെയ്യുക. ഇതിൻ്റെ 2 സ്ഥലം പതുക്കെ ഒന്ന് മടക്കി കൊടുക്കുക. ഇതിങ്ങനെ ഒന്ന് ചെറുതായിട്ട് വളച്ചെടുക്കുക.
എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഈ EM വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഊരിപ്പോയിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. 2 ഹുക്കിൻ്റെ വഴി ഇങ്ങനെ കയറ്റിയിരിക്കുക, ഹുക്കിൻ്റെ വഴി ഇതിങ്ങനെ കയറ്റിയിരിക്കുക. ഇത്രയും ചാട്ടം നിന്നാൽ മതി. നമ്മൾ നേരെ അതേപോലെ തന്നെ അങ്ങോട്ട് വയ്ക്കുന്നു, ഒരു കമ്പിയോടെ കയറ്റുന്നു. ഇനി ഒഴിച്ചാൽ മാത്രം മതി. നമ്മൾ ഈയക്കൊട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്തു അങ്ങോട്ട് ഇങ്ങനെ വയ്ക്കുന്നു. തന്നെ ഉരുകി വരും. ഇത്ര ഈയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് കുറച്ച് കൂടുതലിട്ടെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കത് തന്നെ അത് എടുത്ത് കളയാനൊക്കെ പറ്റും. ഒന്ന് പതുക്കെ ഒന്ന് സാൻഡ് പേപ്പറിട്ട് അരവിട്ട് നേരെ ആകിയാൽ മാത്രം മതി. നമ്മുടെ ഈയക്കട്ട ഉരുക്കി എന്നോട് ഇന്ന് അതിൻ്റെ കറുത്ത സാധനം എടുത്ത് മാറ്റണം. അപ്പോൾ വീഡിയോ എടുക്കാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് മാറ്റണമൊന്നുമില്ല. ഇത് ആ മേളിൽ പൊങ്ങിക്കണ സാധനം ഒന്നെടുത്ത് മാറ്റണം. മാറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഈയത്തിൻ്റെ ഈ മേളിൽ കാണുന്ന സാധനം പറ്റുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ നോക്കാം. ഇത് മാറ്റിയില്ലെങ്കിൽ അത് കറക്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് പതുക്കെ ഒഴിക്കാം. കുറച്ചും കൂടി ഒന്ന് ഒഴിക്കേണ്ടി വരും. ഞാൻ 2 ഫോണും പിടിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇച്ചിരി കൊണ്ട് ഒഴിക്കാം. കുറച്ചും കൂടെ ഒഴിക്കാൻ പോകും. ഏകദേശം നമ്മുടെ ഇത് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ചൂടാറിയിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ചൂടാറി വരുന്നുള്ളൂ. പതുക്കെ തണുപ്പിച്ചെടുക്കാം. ഇതാണ് ഇപ്പോൾ ചെയ്തേക്കണത്. വെയിറ്റ് ആഡ് ചെയ്തേക്കണത് ഒന്ന് ചൂടാക്കി എടുത്ത് കാണിക്കണം. നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇച്ചിരി കുറച്ച് വെയിറ്റ് കൂടുതല. അപ്പോൾ നമുക്കൊന്ന് രാഗി ഒന്ന് കറക്റ്റ് ആക്കി സെറ്റാക്കി എടുക്കാം. അതിനവിടെ ഫയലൊക്കെ എടുത്തിട്ടുണ്ട്. ഫയലും കൊണ്ട് നമുക്കൊന്ന് രാഗി എടുക്കാം. ഈ അടിവശം ഇച്ചിരി ഫ്ലാറ്റ് ആയാലും കുഴപ്പമില്ല. മേൽവശം ഒരുപാട് കളയണ്ട കേട്ടോ. അടിവശം നമുക്ക് ഒരു മറ്റേ ഈ റബ്ബറിൽ പോയി മുട്ടും. അപ്പോൾ അതുകൊണ്ട് അടിവശം ഇച്ചിരി കളഞ്ഞു. ഇപ്പം അത്യാവശ്യം നമ്മൾ പതുക്കെ ഗ്രൈൻഡ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്രോഗിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ടങ്കീസ് എടുക്കുക. ടങ്കീസ് നേരെ അതിൻ്റെ ഫ്രണ്ട് വശം വഴി അങ്ങനെ കയറ്റി അത് പുറകുവശം വഴി എടുക്കുക. ഇപ്പോൾ ടങ്കീസ് നമ്മൾ ഇതിൻ്റെ പുറം വഴി ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ ഹുക്കിൻ്റെ ആ ഒരു വശം ഇത് നമ്മളൊരു കെട്ടും കെട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഇതുവഴി പുറം വഴി വലിച്ചെടുക്കുക. ഉണ്ടാ ഏകദേശം ഇപ്പോൾ സെറ്റാണ്. സ്പ്ലിറ്ററിങ് കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ട് വശത്തെ അതും വന്നിട്ടുണ്ട്. നമുക്ക് വേറൊരു കംപ്ലൈൻറ്റ് ഇല്ല. നമ്മൾ വെയിറ്റൊക്കെ ആഡ് ചെയ്യുന്ന പക്കയാണ്. കൊപ്രേഷ് ആയാലും ഒന്നും പോകില്ല. കൊപ്രേഷൊക്കെ നല്ല അടിപൊളി കൊപ്രേഷ് കിട്ടും. ഉണ്ടാ ഒരേല സ്ക്രാച്ചുകളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഇതിലോട്ട് സിവിലും ഇട്ട് നേരെ അങ്ങ് ആഡ് ചെയ്താൽ മാത്രം മതി. ഇപ്പം നമ്മൾ എല്ലാ സാധനവും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അഡീഷണലായിട്ട് ഇവിടെ ഒരു സ്പ്ലിറ്ററിങ് ഇട്ടല്ലേ, ഇട്ടതിൻ്റെ കാര്യം കുറച്ചും കൂടി ലെങ്ത്ത് കിട്ടാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ലെങ്ത്ത് കിട്ടുകയാണെങ്കിൽ നല്ല പക്ക ഒരു ആക്ഷൻ ഉണ്ടാവും. മറ്റാണെങ്കിൽ ഇച്ചിരി ചെറുതായതുകൊണ്ട് വലിയൊരു ആക്ഷൻ ഉണ്ടല്ലോ, എത്രയും കിടന്ന് ആകുമ്പോൾ വലിയ ആക്ഷൻ. അത് കുറച്ചും കൂടി നീട്ടം വരുമ്പോൾ തന്നെ നല്ലൊരു ആക്ഷൻ ആയിരിക്കും. ഇതിന് ടോപ്പിൽ വന്നിങ്ങനെ കറങ്ങി കൊണ്ട്, കാരണം നമ്മൾ ഇട്ട് നല്ലൊരു വൈബ്രേറ്റിംഗ് സൗണ്ട് ആയിരിക്കും. അല്ല ഇത്ര ഉള്ള പരിപാടി. ഈ ഒരു CMXൻ്റെ ഫ്രോഗൊക്കെ നമ്മൾ ചെയ്തെടുത്തതാണ് കേട്ടോ. ഉണ്ടോ CMXൻ്റെ ഫ്രോഗ് നമ്മൾ ഉള്ളിൽ വെയിറ്റ് ആക്കി എടുത്തേനെ. അഡീഷണൽ സ്പ്ലിറ്ററിങ്ങൊക്കെ ഇട്ട് ആക്കി എടുത്തേനെ. മീനടിച്ചിട്ട് പോയിട്ടൊന്നുമില്ല കേട്ടോ, മിസ്സായിട്ടൊന്നുമില്ല.
ഹുക്കൊക്കെ റൊട്ടേറ്റ് ഒക്കെ ചെയ്യും. ഉണ്ടോ ഹുക്ക് ബ്രഷൊക്കെ ആയാലും ഹുക്ക് ബ്രഷ് നല്ല ഹുക്ക് ബ്രഷൊക്കെ ഉണ്ട് ഫ്രോഗിന്. അങ്ങനെയൊന്നും അത് പെട്ടെന്ന് തിരിഞ്ഞു പോകുന്നില്ല. നമുക്ക് വെയിറ്റ് പെട്ടെന്ന് പുറകിലുള്ള കാരണം. പിന്നെ വെയിറ്റ് ഇടുന്നതിൻ്റെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രോ കാസ്റ്റ് ചെയ്യുമ്പോൾ വെള്ളത്തിൽ ഇതിങ്ങനെ കിടക്കാൻ വേണ്ടിയാണ് വെയിറ്റ് പുറകിലാടിയതാണ്. അപ്പോൾ വലിക്കുമ്പോൾ ഒരു ഇങ്ങനെ സെറ്റ് ടൈപ്പ് വരും. നമുക്ക് അതിൻ്റെ ആവശ്യമല്ല, സ്പിന്നറുള്ള കാരണം നമുക്ക് നേരെ വലിക്കുമ്പോൾ സ്പിന്നറിൻ്റെ ആക്ഷൻ കിട്ടിയാൽ മതി. അപ്പോൾ വെയിറ്റ് പുറകിൽ വരുമ്പോൾ നമുക്കാണ് പ്രശ്നം വന്നത്. നമ്മൾ ഒരു ഇടങ്ങേറിലൊക്കെ ചുമ്മാ കാസ്റ്റ് ചെയ്യുമ്പോൾ പോയി ഉടക്കി കഴിഞ്ഞാൽ അത് വലിച്ചു കഴിഞ്ഞാൽ പോയി പൊട്ടും. അപ്പം അങ്ങനെ കൊണ്ട് നമ്മൾ ആ വെയിറ്റ് ഒന്ന് ഉള്ളിൽ നാട് ചെയ്യണം കേട്ടോ. എനിക്ക് 2 പ്രാവശ്യം എനിക്ക് അനുഭവം വന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തതിൻ്റെ കാര്യം. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു വീഡിയോ, ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് സമയം പോക്ക് പോലെ നമ്മൾ കുറച്ച് വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതാണ്. ഇതുപോലത്തെ നമ്മൾ 2 ഫ്രോഗും നമ്മൾ ചെയ്തു നോക്കിയായിരുന്നു. അപ്പോൾ സക്സസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ പറയും നമ്മൾ എറിഞ്ഞിട്ട് നേരെ പോയി വെള്ളത്തിൽ പോയും അല്ലെങ്കിൽ പുല്ലിങ്ങോട്ട് പോകുമ്പോൾ അപ്പം തന്നെ ഉടക്കി പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ഐഡിയയിൽ തോന്നിയൊരു കാര്യമാണ്. ഇപ്പോൾ ഇത് ചില ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് പറയല്ല, ചെയ്തിട്ടുണ്ടാവും. എന്തായാലും മാക്സിമം ഇത് ആൾക്കാരൊന്നും ചെയ്ത് നോക്കാം. നല്ല റിസൾട്ടുണ്ട്, നല്ലൊരു ഇതാണ്. കണ്ടോ ഫ്രോക്ക് ഇങ്ങനെ കറക്റ്റ് നേരെ ഇങ്ങനെ ടൈപ്പിൽ തൂങ്ങിടക്കും. ആ ഒരു വെയിറ്റ് കറക്റ്റ് പാകത്തിന് വേണം വെയിറ്റ് ആഡ് ചെയ്യണമെങ്കിൽ. ഓക്കെ, എന്നാലും പുതിയ വീട്ടിൽ കാണാം.